ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പടച്ചുവിടാൻ ആദില നൂറ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആദില നൂറയുടെ വിവാദം. കാര്യം അനുവിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിനുവേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇന്നലെ അക്ബറിനെതിരെ ഇവർ പോകുന്നതിന് മുമ്പേ ആദില എന്തൊക്കെയോ കാര്യങ്ങൾ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്തിട്ട് നമ്പർ വരെ എഴുതി കൊടുത്തു അക്ബറിനെ ഇല്ലാതാക്കാനായിട്ട് PR-ൻ്റെ അവിടെ ചെന്ന് ഇന്നത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് വലിയ നുണയാ പറഞ്ഞത്. എന്നിട്ട് അനു ഇതറിഞ്ഞപ്പോൾ അനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ അടുത്ത് പറയാൻ നിൽക്കാൻ അക്ബറെ ഞാനിത് ചെയ്തിട്ടില്ലെന്ന് അനു ഒത്തിരി വട്ടം എടുത്തു പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക. ആകപ്പാടെ എനിക്ക് തോന്നുന്നു ലക്ഷ്മി അനുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിഷിൻ, ലക്ഷ്മി, ആ കാറ്റഗറി, ഒന്നി, പിന്നെ അഭിഷേക്, ഇവരെല്ലാവരും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരെണ്ണവും അനുവിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്നുള്ള ആദില പറഞ്ഞത് കള്ളമാണെന്നുള്ളത് നൂറയ്ക്ക് കൃത്യമായി അറിയാം. എന്നിട്ട് നൂറ എനിക്കൊന്നും അറിയത്തില്ലപ്പാ, നിങ്ങൾ അവിടെ കളിച്ചതല്ലേ, നിങ്ങൾ രണ്ടുപേരുമല്ലേ, അതിന് തൊട്ടു മുമ്പേ അക്ബറിനെ പോയി മൂട്ടിയതും ഈ പറയുന്ന നൂറ തന്നെയാണ്. എന്നിട്ട് എന്തിനാണ് നൂറ ഇത്രയും ഫേക്ക്? എന്നിട്ട് നൂറ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് ഇതാണോ എന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. പക്ഷേ അവൾ പറയുന്നുണ്ട് ഞാൻ എഴുതി തന്ന ടിഷ്യൂ പേപ്പർ കാണിക്കുന്നു. എന്തിനാണ് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ ഒരാൾക്കെതിരെ പറഞ്ഞുണ്ടാക്കുന്നത്? നിങ്ങളുടെ കൂടെ ഫ്രണ്ടായി നിന്നോണ്ടോ അനുമോള്? ഇത്രയും കള്ളത്തരം പറഞ്ഞിട്ടാണ് ഫസ്റ്റ് മേടിക്കേണ്ടത് ബിഗ് ബോസിൽ? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യ പരിഗണന പോലും ആ പെൺകൊച്ചിന് ഇതുവരെയും കൊടുത്തിട്ടില്ല. അവിടെ എന്തൊക്കെ കള്ളത്തരങ്ങൾ, ബാക്കിയുള്ളവരെല്ലാം കൈയും കെട്ടി നോക്കിയിരിക്കുക. കാര്യം അനുവിനെതിരെ ആണല്ലോ ശബ്ദിക്കുന്നത്. അനുവിനെ ഇല്ലാതാക്കാനാണല്ലോ എല്ലാവരും കയറിയത്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആദില തന്നെ പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് ആദില ഈ കളി അത്രയും കളിക്കുന്നത്? ഇനി അനുവിൻ്റെ അടുത്ത് നിങ്ങൾ എന്തു പറഞ്ഞിട്ട് മിണ്ടും? അനുവിൻ്റെ കരച്ചിലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അക്ബറിനെ ഇപ്പൊ തെറ്റു പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ സ്ഥാനത്ത് ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുക. കൂടെ നടക്കുന്ന കൂട്ടുകാരികൾ പറയുന്നതേ നമ്മളായാലും വിശ്വസിക്കത്തുള്ളൂ. പക്ഷേ അവള് പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അത് അക്ബറിന്റെ ഗെയിം തന്നെയാണ്. കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ. അതുകൊണ്ട് അക്ബർ കേൾക്കാൻ തന്നെ അല്ല. പക്ഷെ അക്ബറിനെ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. അക്ബറിന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെയേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പടച്ചുവിടാൻ ആദില നൂറ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ.